അപ്പൻ്റെ ചങ്ക് പെടയുകയാണ്. തൻ്റെ മകൻ ഇനി അധികം നേരം ഉണ്ടാകില്ല. മരണമേ നിന്റെ ദംശനം എവിടെ? ഞങ്ങളുടെ കർത്താവ് കുരിശിൽ മരിച്ച് മരണമേ നിന്നെ തകർത്തു, നിന്നെ തോൽപ്പിച്ചു. എല്ലാ ബലിയിലും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധ കുർബാനയിൽ ചിന്തപ്പെടുന്ന കർത്താവിൻ്റെ രക്തം നിന്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണെന്ന് തിരിച്ചറിയണം. ബൈബിള് തിരുവചനം രക്തം കൊണ്ടെഴുതിയ പുസ്തകമാണ്. കർത്താവിൻ്റെ കുരിശിൽ നിന്ന് പരിശുദ്ധ കുർബാനയെ അടർത്തി മാറ്റാൻ പറ്റില്ല. കർത്താവിൻ്റെ കുരിശിൽ നിന്നാണ് പരിശുദ്ധ കുർബാന പുറപ്പെടുന്നത്. കർത്താവ് നമുക്ക് നൽകിയ പാഠങ്ങളെ ഏറ്റെടുത്ത് സുഹൃത ജീവിതം ജീവിച്ച് കർത്താവിൻ്റെ സഭയോട്, പരിശുദ്ധ കുർബാനയോട്, തിരുവചനത്തോട്, വിശുദ്ധ കൂദാശകളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ രക്തം നമ്മുടെ വീടിന് അടയാളമാകുന്നത്, നമ്മുടെ കുടുംബങ്ങൾക്ക് അത് രക്ഷയായി ഭവിക്കുന്നത്. കർത്താവിൻ്റെ രക്തം നമ്മുടെ കുടുംബങ്ങളെ കാക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം. ഈ 40-50 ദിവസങ്ങൾ കർത്താവിനെ അടുത്ത് കാണാൻ നമുക്ക് ലഭിക്കുന്ന അവസരമാണ് ഈ ധ്യാനം. നിങ്ങൾക്കറിയാം, കേവലം ഒരു ഉപദേശത്തെക്കാൾ ഉപരി നമ്മൾ പരിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എളിമയോടെ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ ധ്യാനം. അതുകൊണ്ട് എനിക്കറിയാം കുറേ പേര് ഇത് കുറിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് നോട്ട് എഴുതുന്നവരെ അറിയാം. അത് നിങ്ങൾക്കൊരു റെഫറൻസ് ബുക്കായിട്ട് മാറട്ടെ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ കുറച്ച് പേരിനോട് പറയുകയായിരുന്നു, അച്ചോ ഇത് മുഴുവൻ കഴിയുമ്പോൾ ഒരു ബുക്കാക്കാവോ? വേണമെങ്കിൽ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ബുക്കാക്കാം. അറിഞ്ഞുകൂടാ, കർത്താവിൻ്റെ പദ്ധതി പോലെ. പക്ഷെ നമുക്ക് നമ്മുടെ ഉദ്ദേശം കുറേ കൂടെ കർത്താവിനെ ഇങ്ങനെ അടുത്തറിയണം. ഈ കുരിശിൻ്റെ രഹസ്യത്തെ, പീഡാസഹനത്തിൻ്റെ രഹസ്യത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണം. ഇന്നത്തെ നമ്മുടെ മാർഗം കർത്താവിൻ്റെ കുരിശു മരണത്തെ കുറേ കൂടി ഇങ്ങനെ അടുത്തനുഭവിക്കാൻ ലഭിക്കുന്നൊരവസരമാകും. ശ്രദ്ധയോടെ ഇന്നത്തെ ധ്യാനത്തിലേക്ക്, മാർഗത്തിൻ്റെ ഈ 10ാമത്തെ അധ്യായത്തിലേക്ക്, 10th ചാപ്റ്ററിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, പ്രവചിക്കപ്പെട്ട കുഞ്ഞാട്, ദ ലാംബ് ഹു വാസ് ഫോർടോൾഡ്. പ്രവചിക്കപ്പെട്ട കുഞ്ഞാടിലേക്ക് നമ്മൾ പോവുകയാണ്. കാൽവരിയിൽ നമ്മൾ കാണുന്നത് കുഞ്ഞാട് തകർക്കപ്പെടുകയാണ്, കുഞ്ഞാട് കൊല്ലപ്പെടുകയാണ്. ബൈബിള്, തിരുവചനം രക്തം കൊണ്ടെഴുതിയ പുസ്തകമാണ്. രക്തവർണ്ണമായ അക്ഷരങ്ങൾ കൊണ്ടാണ് തിരുവചനം എഴുതപ്പെട്ടിരിക്കുന്നത്. ബൈബിളിൽ ആകമാനം ഒരു രക്തമുണ്ട്. ഇത് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, മറിച്ച് അതിൻ്റെ പോസിറ്റീവ് അർത്ഥത്തിലെടുക്കണം. രക്തവർണ്ണമാണ് തിരുവചനത്തിൻ്റെ അക്ഷരങ്ങളെന്ന് തിരിച്ചറിയണം. ആദ്യ താള് തൊട്ട് മറിച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് മണ്ണിൽ നിന്ന് നിലവിളിക്കുന്ന രക്തം. ദ ബ്ലഡ് ദാറ്റ് ക്രൈസ് ഫ്രം ദ ഗ്രൗണ്ട്. ആബേലിൻ്റെ രക്തം. കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന രക്തം. പെസഹായിലെ അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം. രക്തത്താൽ ഉറപ്പിക്കപ്പെടുന്ന ഉടമ്പടി. ദ ബ്ലഡ് ദാറ്റ് സീൽസ് ദ കവനന്റ്. സീനായി. അതിനുശേഷം ഒഴുക്കപ്പെടുന്ന രക്തം. ഒടുവിൽ കാൽവരിയിലെ രക്തം ചിന്തൽ. അതാ ഞാൻ പറഞ്ഞത്, രക്തം കൊണ്ടെഴുതിയ അക്ഷരങ്ങളാണ് തിരുവചനത്തിലെന്ന്. കാൽവരിയിൽ ഈ സിംബൽസ് എല്ലാം, ഈ അടയാളങ്ങളെല്ലാം കൺവേർജ് ചെയ്യുകയാണ്. എല്ലാം വന്ന് ചേരുന്നത് കാൽവരിയിലേക്കാണ്. മുമ്പ് ഒരു അധ്യായത്തിൽ, മാർഗത്തിൻ്റെ ഒരു അധ്യായത്തിൽ നമ്മൾ സമയത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ നമ്മൾ പറഞ്ഞൊരു വാക്യമുണ്ട്. എല്ലാ സമയവും എത്തിച്ചേരുന്നത് കാൽവരിയിലേക്ക്, എല്ലാ സമയങ്ങളിലേക്കും കൃപയൊഴുകുന്നത് കാൽവരിയിൽ നിന്ന്. അതുപോലെയാണ് ബൈബിളിലെ എല്ലാ ഇമേജറീസും കൺവേർജ് ചെയ്യുന്ന പോയിൻ്റാണ് കാൽവരി, കുരിശ്. ഇന്ന്
നമ്മൾ ചിന്തിക്കുന്ന വാക്യം, പ്രധാനപ്പെട്ട വാക്യം ആദ്യം പറഞ്ഞു കഴിഞ്ഞത്, എന്നാലും ആ വാക്യം പറയാം. യോഹന്നാൻ സുവിശേഷം 1:29. യോഹന്നാൻ 1:29. അടുത്ത ദിവസം ഈശോ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആരും ഓർത്തേക്കരുത്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഈ യോഹന്നാൻ മാംദാന, സ്നാപക യോഹന്നാൻ വെറുതെ കവിത പോലെ ചൊല്ലിയ ഒരു വാക്യമാണ് അതെന്ന് അല്ല, മറിച്ച് അതിന് തിയോളജിക്കൽ സാക്രിഫിഷ്യൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. വലിയ ദൈവശാസ്ത്ര ഒപ്പം ബലിയർപ്പണവുമായി ബന്ധപ്പെട്ട സൂചന സ്നാപക യോഹന്നാൻ നൽകുകയായിരുന്നു ലോകത്തിൻ്റെ കുഞ്ഞാട്. ദാറ്റ് മീൻസ് ജീസസ് is not a teacher who dies, he is a lamb who is offered. അതായത് കുരിശിൽ മരണപ്പെട്ട ഒരു ഗുരു മാത്രമായി കർത്താവിനെ മനസ്സിലാക്കരുത്. അവൻ സമർപ്പിക്കപ്പെട്ട കുഞ്ഞാടാണ്, അർപ്പിക്കപ്പെട്ട ബലിയായ കുഞ്ഞാടാണ് കർത്താവൻ തിരിച്ചറിയണം. പഴയ നിയമത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം, ഓൾഡ് ടെസ്റ്റമെൻറ്റിലേക്ക്. അവിടെ നമ്മൾ കാണുന്ന ഈ ടിപ്പോളജിയിലേക്ക്, ടൈപ്സിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. സുന്ദരമാണ്. പഴയ നിയമത്തിൻ്റെ ഇതിനോട് കണക്ട് ചെയ്ത് മനസ്സിലാക്കുന്നത് ശ്രദ്ധയോടെ ഇരിക്കണം, ആസ്വദിക്കണം, അത് ചിന്തിക്കണം, അത് പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് ഇന്നൊരു 5 പേർക്ക് അതങ്ങ് അയച്ചു കൊടുക്കണം, മറ്റുള്ളവർക്ക് ഇത് പങ്കുവയ്ക്കണം, അവരും ഇത് അറിയട്ടെ, അവരും ഈ വിചാരങ്ങൾ, ഈ തിരിച്ചറിവുകൾ, ബോധ്യങ്ങൾ അവർക്കും ലഭിക്കട്ടെ. നമ്മൾ കാണുന്നത് ആദ്യത്തേത് പഴയ നിയമത്തിൽ കെട്ടപ്പെട്ട ഇസഹാക്കിൻ്റെ അബ്രാഹത്തിൻ്റെ ബലി. ഇസഹാക്കിനെ മോറിയ മലയിൽ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന ആ രംഗം. ശരിക്കും നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഈ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം ഈ ധ്യാനത്തിന് ശേഷം ഒന്ന് ഇരുന്ന്, സാവകാശവും സമയമുള്ളവർ ഒന്ന് ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ആ രംഗമുണ്ടല്ലോ, അബ്രാഹം ഇസഹാക്കിനെ കൊണ്ട് മല കയറുകയാണ്. അപ്പൻ്റെ ചങ്ക് പെടയുകയാണ്. ലോകത്ത് അബ്രാഹത്തിന് മാത്രം അറിയാവുന്നൊരു സങ്കടം, തൻ്റെ മകൻ ഇനി അധികം നേരം ഉണ്ടാകില്ല. ഹൃദയവ്യഥയോടെ അബ്രാഹം മല കയറുമ്പോൾ ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയോടെ ഇസഹാക്ക് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പാ, ബലിക്കുള്ള വിറകുണ്ട്, കത്തിയുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയപ്പാ? ബലിക്കുള്ള വിറകുണ്ട്, കത്തിയുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയപ്പാ? എങ്ങനെ അബ്രാഹം പറയും, കുഞ്ഞേ നീയാടാ ആ കുഞ്ഞാടെന്ന്? നീയാണ് കുഞ്ഞേ ആ കുഞ്ഞാടെന്ന് ആര് പറയും? എന്നിട്ട് മുകളിലെത്തുമ്പോൾ ഇസഹാക്കിന് പകരമായി ഒരു കുഞ്ഞാട് മുൾച്ചെടി കാട്ടിൽ ഉടക്കിക്കിടക്കുന്നു. അന്ന് ഇസഹാക്കിന് പകരം അർപ്പിക്കപ്പെട്ട കുഞ്ഞാടാണ് ഈശോ. ആ കുഞ്ഞാട് ഈശോയുടെ പ്രീഫിഗറാണ്, പകരക്കാരനായി അർപ്പിക്കപ്പെട്ട കുഞ്ഞാട്. ബലിയാകേണ്ടിയിരുന്നത് ഇസഹാക്കിന് പകരമായി ഒരു കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടുന്നു. കാൽവരിയിൽ പാപത്തിൻ്റെ ശിക്ഷയായി ബലിയാകേണ്ടിയിരുന്നത് നമ്മൾ, സഹനത്തിലൂടെ കുരിശിലൂടെ കടന്നു പോകേണ്ടിയിരുന്ന നമ്മൾ, നമുക്ക് പകരമായി ഒരു കുഞ്ഞാട് ബലിയായിട്ട് മാറുന്നു. ഇസഹാക്ക് ഈ മോറിയ മല കയറുന്നത് കാണണേ. ഇസഹാക്ക് ഈ വിറകൊക്കെ ചുമന്നുകൊണ്ട്, അല്ലേ, കൊച്ചു പയ്യനല്ലേ, അവൻ്റെ തലയെ വെച്ച് കാണും. ചിലപ്പോൾ ഇങ്ങനെ തോളത്തോട്ടൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കാണും. ഇതിങ്ങനെ വെച്ചോണ്ട് ഇവൻ ഈ മല കയറുകയാണ്. മല കയറി മേളിൽ ചെന്നപ്പോൾ അവന് പകരമായി ഒരു കുഞ്ഞാട് അറക്കപ്പെടുന്നു. ഇനി ഇങ്ങോട്ട് നോക്ക്, അവിടെ ഇസഹാക്ക് വിറകെടുത്ത് മല കയറിയെങ്കിൽ ഇവിടെ ഈശോ കുരിശെടുത്ത് മല കയറുന്നു. ആ കുരിശ് കീറിയെടുത്തതായിരിക്കത്തില്ല അന്നത്തെ വിറക്. അന്ന് അവൻ വിറകെടുത്ത് മല കയറിയെങ്കിൽ ഇവിടെ ഈശോ സ്ലീവ ചുമന്നുകൊണ്ട്, മരം ചുമന്നുകൊണ്ട് മല കയറുന്നു. അന്ന് ഇസഹാക്കിന് പകരമായി ഒരു കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ടെങ്കിൽ ഇവിടെ സ്ലീവായും ചുമന്നു വന്ന കർത്താവിന് പകരമായി ബലിയർപ്പിക്കപ്പെടാൻ ആരുമില്ല. കാരണം അവൻ തന്നെയാണ് പകരക്കാരൻ കുഞ്ഞാട്, അവൻ തന്നെയാണ് ബലി കുഞ്ഞാട്. ഒന്നാമത്തെ പഴയ നിയമ ടൈപ്പ് കിടക്കുന്നത് അവിടെയാണ്. രണ്ടാമത്തത് പുറപ്പാട് പുസ്തകം, പെസഹ കുഞ്ഞാടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? അത് ഈശോയിൽ പൂർത്തിയാക്കുന്നത് എത്ര സുന്ദരമായിട്ടാണെന്ന് അറിയാമോ?
പെസഹ കുഞ്ഞാടും നിഴലാണ് യാഥാർത്ഥ്യം കാൽവരിയിലെ കർത്താവ്. പെസഹ കുഞ്ഞാട് അൺബ്ലെമിഷ്ഡ് ആയിരിക്കണം, കറയില്ലാത്തതായിരിക്കണം പെസഹ കുഞ്ഞാട്. പെസഹ കുഞ്ഞാടിൻ്റെ രക്തം കട്ടളപ്പടിയേൽ തളിക്കണം. കട്ടളപ്പടിയേൽ തളിച്ചു കഴിയുമ്പോൾ സംഹാരദൂതൻ കടന്നു പോകും. യു വിൽ ബി സേവ്ഡ്. മരണം കടന്നു പോകും. നാലാമത്തത്, ഈ കുഞ്ഞാടിനെ നിങ്ങൾ കഴിക്കണം. ലാംബ് ഈസ് ഈറ്റൺ. കുഞ്ഞാടിനെ കഴിക്കുന്നു. ഇത് നാലും ഈശോയിൽ പൂർത്തിയാകുന്നുണ്ടെന്ന്. പെസഹ കുഞ്ഞാട് അൺബ്ലെമിഷ്ഡ് ആകണം. കടലപ്പടിയേൽ ഹിസോപ്പിൻ്റെ തണ്ടുകൊണ്ട് കുഞ്ഞാടിൻ്റെ രക്തം തളിക്കപ്പെടണം. സംഹാരം, മരണം കടന്നു പോകുന്നു. ലാംബ് മസ്റ്റ് ബി ഈറ്റൺ. ഇത് കഴിക്കണം, ഭക്ഷിക്കണം. അവിടെ കുഞ്ഞാട് അൺബ്ലെമിഷ്ഡ് ആണെങ്കിൽ, കറയില്ലാത്തതാണെങ്കിൽ, ഇവിടുത്തെ കുഞ്ഞാട് സിൻലെസ് പാപമില്ലാത്ത കുഞ്ഞാട്. അവിടെ കുഞ്ഞാടിൻ്റെ രക്തം ഹിസോപ്പിൻ്റെ തണ്ടുകൊണ്ട് കട്ടളപ്പടിയേൽ തളിച്ചെങ്കിൽ, ഇവിടെ യഥാർത്ഥ കുഞ്ഞാടിൻ്റെ രക്തം ചിന്തപ്പെടുന്നു, ഹിസോപ്പ് തണ്ടുകൊണ്ട് തളിക്കപ്പെടുന്നു. എങ്ങനെ ഹിസോപ്പ്? അവൻ ദാഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ പടയാളികൾ ഹിസോപ്പ് തണ്ടിൽ വിനാഗിരി മുക്കി കർത്താവിൻ്റെ ചുണ്ടോടടുപ്പിച്ചു എന്ന് വെച്ചാൽ എന്താർത്ഥം? ഹിസോപ്പിൻ്റെ തണ്ടിൽ കർത്താവിൻ്റെ രക്തം, ആരുടെ? യഥാർത്ഥ ബലി കുഞ്ഞാടിൻ്റെ രക്തം പുരണ്ടു. അന്ന് ഹിസോപ്പ്, കുഞ്ഞാടിൻ്റെ രക്തം. ഇവിടെ വീണ്ടും ഹിസോപ്പ്, കുഞ്ഞാടിൻ്റെ രക്തം. അന്ന് സംഹാരദൂതൻ കടന്നുപോയി. ഇവിടെ മരണം തോൽപ്പിക്കപ്പെടുന്നു. കർത്താവിൻ്റെ മരണത്താലെ മരണത്തിന് മനുഷ്യൻ്റെ മേലുള്ള പിടി അവസാനിക്കുന്നു. നിത്യജീവന്റെ കവാടം തുറക്കപ്പെടുന്നു. മരണമേ, നിന്റെ ദംശനം എവിടെ? മരണമേ, നിന്റെ ദംശനം എവിടെ? ഞങ്ങളുടെ കർത്താവ് കുരിശിൽ മരിച്ച് മരണമേ നിന്നെ തകർത്തു, നിന്നെ തോൽപ്പിച്ചു. നാലാമത്തത്, അന്ന് കുഞ്ഞാട് ഭക്ഷണമായി. ഇന്ന് കാൽവരിയിൽ ആ കുഞ്ഞാടാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുമെന്ന് പറഞ്ഞ് നമുക്ക് ഭക്ഷണമായി മാറുന്നത്. അതാണ് മത്തായി സുവിശേഷം 26-28. ഇത് എൻ്റെ രക്തത്താലുള്ള പുതിയ ഉടമ്പടി. ദിസ് ഇസ് മൈ ബ്ലഡ് ഓഫ് ദ കവനന്റ്. ഇതെൻ്റെ ഉടമ്പടിയുടെ രക്തം അവൻ കാൽവരിയിൽ ചിന്തുകയാണ്. രണ്ടാമത്തെ ടൈപ്പ് ഇനിയുണ്ട്. എക്സഡസിൽ, പുറപ്പാട് പുസ്തകം 29-ാം അധ്യായത്തിൽ രാവിലെയും വൈകുന്നേരവും അർപ്പിക്കപ്പെടുന്ന മൃഗബലി, ചിന്തുന്ന രക്തം, ആവർത്തിക്കപ്പെടുന്ന ബലി. എന്നാൽ ഇവിടെ ഈശോ ഇതിനെല്ലാം ആവർത്തനങ്ങളില്ലാത്ത ഏകബലി, നിത്യബലി അവൻ കുരിശിൽ അർപ്പിക്കുന്നു. എൻഡിങ് ദ നീഡ് ഓഫ് റെപ്പറ്റീഷൻസ്. ആവർത്തനങ്ങളില്ലാണ്ടായി ഏകബലി അർപ്പിക്കപ്പെട്ടു. ആ ഏകബലിയുടെ അനുസ്മരണവും ആഘോഷവുമാണ് നമ്മൾ ഇന്ന് അർപ്പിക്കുന്ന ഓരോ പരിശുദ്ധ കുർബാനയും. കർത്താവിൻ്റെ ബലിയാണ് ഏകബലി, നിത്യബലി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ കുഞ്ഞാടിൻ്റെ രക്തം, കർത്താവിൻ്റെ ബലി, ഇതിന് സാൽവേഷൻ ഹിസ്റ്ററിയിൽ, രക്ഷാകര ചരിത്രം മുഴുവൻ എടുത്താലുള്ള പ്രാധാന്യം. അതായത് നിങ്ങൾ ഓർക്കണം, ഇതിങ്ങനെ വരികയാണ്. പഴയ നിയമകാലം തൊട്ട് ഇങ്ങനെ ഒരുക്കപ്പെട്ട് കുരിശോളം എത്തി. ഡോണ്ട് തിങ്ക് ദാറ്റ് ക്രോസ് ഈസ് എ റപ്ചർ. കുരിശ് ഒരു തകർച്ചയാണ്, എല്ലാം തകർന്നടിയുകയാണെന്ന് വിചാരിക്കരുത്. ക്രോസ് ഈസ് ദ ഫുൾഫിൽമെൻറ്റ്. ക്രോസ് ഈസ് നോട്ട് ദ റപ്ചർ, ക്രോസ് ഈസ് ദ ഫുൾഫിൽമെൻറ്റ്. എല്ലാം കുരിശിൽ പൂർത്തിയാക്കപ്പെടുകയാണ്. മുൻപ് മൃഗരക്തം ഒഴിക്കപ്പെട്ടു, ഇപ്പോൾ ദൈവം രക്തം ചിന്തുന്നു. മുമ്പ് ആവർത്തിക്കപ്പെട്ട ബലികൾ, ഇവിടെ ബലി പൂർത്തിയാകുന്നു. അനന്തരം അവൻ തലചായ്ച്ചാത്മാവിനെ സമർപ്പിച്ചു. എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇവിടെ എക്സ്റ്റേണൽ റിച്വൽസ്, ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങൾ മുൻപ്. ഇവിടെ ഇൻറ്റീരിയർ ട്രാൻസ്ഫോർമേഷൻ, ആന്തരിക രൂപാന്തരീകരണം നടക്കുന്നു കർത്താവിൻ്റെ ബലിയിൽ. അതുകൊണ്ട് സാൽവേഷൻ ഹിസ്റ്ററി, രക്ഷാകര ചരിത്രത്തിൽ കർത്താവിൻ്റെ കുരിശു മരണം അത് ക്ലൈമാക്സ് ആവുകയാണ്. സാക്രിഫിഷ്യൽ ക്ലൈമാക്സ് അറ്റ് കാൽവരി. രക്ഷാകര ചരിത്രത്തിൻ്റെ, കർത്താവ് മനുഷ്യനെ വീണ്ടെടുക്കാൻ നടത്തിയ ഒരുക്കത്തിൻ്റെ ക്ലൈമാക്സ് ആണ് കുരിശിലെ ബലി, കുഞ്ഞാടിൻ്റെ രക്തം ചിന്തൽ. സെയിൻറ്റ് മെലീത്തോ ഓഫ് സാർദിസ് എന്ന സഭാപിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. The one who was slain in
Abel, the one who was slain in Abel, bound in Isaac, and sacrificed in the lamb. This is Christ. ആബേലിൽ കൊല്ലപ്പെട്ടവൻ, ഇസഹാക്കിൽ കെട്ടപ്പെട്ടവൻ, കുഞ്ഞാടിൽ അറക്കപ്പെട്ടവൻ. പഴയ നിയമ സംഭവങ്ങളാണ്. ആബേലിൽ കൊല്ലപ്പെട്ടവൻ, ഇസഹാക്കിൽ കെട്ടപ്പെട്ടവൻ, കുഞ്ഞാടിൽ അറക്കപ്പെട്ടവൻ മിശിഹ തന്നെയാണ്. അതെല്ലാം നിഴലായിരുന്നുവെന്ന്, മിശിഹായുടെ നിഴലായിരുന്നുവെന്ന്. ക്രൈസ്റ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ സാക്രിഫൈസസ്. എല്ലാ ബലിയിലും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. സിറിൽ ഓഫ് ജെറുസലേം പറയുന്ന കാര്യം പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട്. ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് പ്രൊട്ടക്ട്സ് നോട്ട് ഹൗസസ് ബട്ട് ഹാർട്ട്സ്. അന്ന് ഈജിപ്തിൽ കുഞ്ഞാടിൻ്റെ രക്തം ഭവനങ്ങളെ കാത്തെങ്കിൽ ഇന്ന് കുഞ്ഞാടിൻ്റെ രക്തം മനുഷ്യ ഹൃദയങ്ങളെ, ആത്മാവിനെ കാക്കുന്നു. ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് പ്രൊട്ടക്ട്സ് നോട്ട് ഹൗസസ് ബട്ട് ഹാർട്ട്സ്. പരിശുദ്ധ കുർബാനയിൽ ചിന്തപ്പെടുന്ന കർത്താവിൻ്റെ രക്തം നിന്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണെന്ന് തിരിച്ചറിയണം. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 613 പറയുന്നു, ക്രൈസ്റ്റ് ഡെത്ത് ഫുൾഫിൽസ് ഓൾ സാക്രിഫൈസസ്. എല്ലാ ബലിയെയും കർത്താവിൻ്റെ കുരിശുമരണം പൂർത്തിയാക്കുന്നു. CCC 616 പറയുന്നു, ഹിസ് സാക്രിഫൈസ് ഇസ് യുണീക്ക് ആൻഡ് പെർഫെക്റ്റ്. കർത്താവിൻ്റെ ബലി അനന്യമാണ്, അത് പൂർണ്ണമാണ്, അതിന് തുല്യമായി മറ്റൊന്നില്ല. ക്രൈസ്റ്റ് സാക്രിഫൈസ് ഈസ് യുണീക്ക് ആൻഡ് പെർഫെക്റ്റ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ സാക്രമെന്തും കാരിത്താത്തിസ്, സ്നേഹത്തിൻ്റെ കൂദാശ എന്ന എഴുത്തിൽ പറയുന്ന കാര്യം, ദ യുക്കറിസ്റ്റ് ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ദ ക്രോസ്. കർത്താവിൻ്റെ കുരിശിൽ നിന്ന് പരിശുദ്ധ കുർബാനയെ അടർത്തി മാറ്റാൻ പറ്റില്ല. കർത്താവിൻ്റെ കുരിശിൻ്റെ അനുസ്മരണവും ആഘോഷവും, കർത്താവിൻ്റെ കുരിശിൽ നിന്നാണ് പരിശുദ്ധ കുർബാന പുറപ്പെടുന്നത്. ദ യുക്കറിസ്റ്റ് ആൻഡ് the cross are inseparable. The Eucharist is inseparable from the cross. പ്രിയമുള്ളവരെ, ഈ ധ്യാനത്തെ കുഞ്ഞാടിൻ്റെ രക്തത്തെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. കർത്താവ് അവനാണ് ബലി കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അറക്കപ്പെട്ട കുഞ്ഞാട്. കാൽവരിയിൽ കുഞ്ഞാട് ബലിയാവുകയായിരുന്നു എന്ന് നമ്മൾ ധ്യാനിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെയൊക്കെ വീടിൻ്റെ കട്ടളപ്പടിയേൽ അവൻ്റെ രക്തത്തിൻ്റെ അടയാളം ഉണ്ടാകണം. അങ്ങനെ ചിന്തിച്ച് നോക്കിക്കേ. ഇന്ന് അന്ന് ഈജിപ്തിൻ്റെ തെരുവുകളിലൂടെ സംഹാരദൂതൻ കടന്നു പോയെങ്കിൽ ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലൂടെയൊക്കെ ഒരു സംഹാരദൂതൻ, മരണദൂതൻ കടന്നു പോകുന്ന കാലമാണിത്. ഈ കാലം മരണത്തെ ആഘോഷമാക്കുന്ന, പ്രഘോഷിക്കുന്ന ഒരു കാലത്തിൽ സംഹാരദൂതർ നമ്മുടെ വീട്ടുപടിക്കലൂടെ കടന്നു പോകുമ്പോൾ രക്ഷയുടെ അടയാളമായ കർത്താവിൻ്റെ രക്തം നമ്മുടെ വീടുകളുടെ കട്ടളപ്പടിയിൽ ഉണ്ടായിരിക്കണം. കർത്താവ് നമുക്ക് നൽകിയ പാഠങ്ങളെ ഏറ്റെടുത്ത് സുഹൃത ജീവിതം ജീവിച്ച് കർത്താവിൻ്റെ സഭയോട്, പരിശുദ്ധ കുർബാനയോട്, തിരുവചനത്തോട്, വിശുദ്ധ കൂദാശകളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ രക്തം നമ്മുടെ വീടിന് അടയാളമാവുന്നത്, നമ്മുടെ കുടുംബങ്ങൾക്ക് അത് രക്ഷയായി ഭവിക്കുന്നത്. കർത്താവിൻ്റെ രക്തം നമ്മുടെ കുടുംബങ്ങളെ കാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ സമാപന വാക്യം, The cross becomes life when received in faith. ക്രോസ്, കുരിശ് നമുക്ക് ജീവിതമായും അനുഗ്രഹമായും മാറും വിശ്വാസത്തോടെ അതിനെ പുൽകുമ്പോൾ. കർത്താവ് വിശ്വാസത്തോടെ, അനുസരണത്തോടെ സ്ലീവായെ പുൽകിയപ്പോൾ അത് നമുക്ക് അനുഗ്രഹമായും ജീവിതമായും മാറിയതുപോലെ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ചില കുരിശ് അനുഭവങ്ങളെ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ അത് നമുക്ക് ജീവൻ നൽകും, അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഞങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടേ, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടേ, ഉയർത്തെഴുന്നേറ്റ മിശിഹാ തമ്പുരാനെ, നിന്റെ രക്തം എല്ലാ വിപത്തുകളിൽ നിന്ന്, പിശാചിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.